നമ്മൾ പറയാറുണ്ട്, ചാറ്റൽ മഴ നനഞ്ഞാൽ തുമ്മലും ജലദോഷവും വരും, മഴ നനഞ്ഞു നടന്നാൽ പനി പിടിക്കും, നനയുമ്പോൾ വെള്ളം തലയിൽ ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ. ഇത് തന്നെയായിരിക്കും നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നതും. എന്നാൽ ഇത് തെറ്റാണ്. മഴ നനയുന്നത് നേരിട്ട് നമുക്ക് പനിയും ജലദോഷവും ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ചാറ്റൽ മഴ കൊണ്ടാൽ തുമ്മലും ജലദോഷവും, മഴ നനഞ്ഞാൽ ചിലർക്ക് പനിയും വരുന്നത്? മഴ നനയുന്നത് പൊതുവെ അസുഖം വരാനും അതുപോലെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് പകരാനുമുള്ള സാധ്യത കൂടുന്നത്. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ കാരണം? മഴ നനയുന്നത് നമുക്ക് നേരിട്ടൊരിക്കലും പനിയും ജലദോഷവും ഒന്നും ഉണ്ടാക്കുന്നില്ല. പനി സാധാരണയായി വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയ അണുബാധകൾ മൂലമാണ് ഉണ്ടാകുന്നത്. എന്നിരുന്നാലും നനയുന്നത് നിങ്ങളെ രോഗത്തിന് കൂടുതൽ ഇരയാക്കാവുന്ന സാധ്യതകളുണ്ടാക്കും. അതായത് മഴക്കാലത്ത് വർദ്ധിച്ചു വരുന്ന ഈർപ്പം, താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവ രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുകയും വൈറസുകളും ബാക്ടീരിയകളും ശരീരത്തെ ബാധിക്കുകയും പനിയുണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇനി ചില കാരണങ്ങൾ നമുക്ക് നോക്കാം. മഴവെള്ളം രോഗത്തിന് നേരിട്ട് കാരണമാകുന്ന രോഗകാരികളെ വഹിക്കുന്നില്ല. മാത്രമല്ല, കുറച്ചധികം നേരം നമ്മൾ നനഞ്ഞാൽ വെള്ളം തലയിലേക്കിറങ്ങി അത് അസുഖ കാരണമാകും എന്നതും പൂർണ്ണമായും തെറ്റാണ്. മാത്രമല്ല, മഴ നനയുന്നത് നേരിട്ട് ജലദോഷം, പനി എന്നിവ ഉണ്ടാകുന്നില്ലെന്ന് നമ്മൾ ഓർമ്മിക്കണം. നിങ്ങൾ നനഞ്ഞാൽ നിങ്ങളുടെ ശരീര താപനില കുറയാം. പെട്ടെന്നുള്ള താപനിലയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തെ സമ്മർദ്ദത്തിലാക്കും. ഇത് നമ്മുടെ ശരീരത്തിന്റെ അണുക്കളെ ചെറുക്കാനുള്ള ശേഷിയെ കുറയ്ക്കുന്നു. അതായത് ഇവിടെ താപനില തന്നെയാണ് വില്ലൻ. താപനില സന്തുലിതാവസ്ഥയിലായാൽ പ്രശ്നം അവിടെ ഇല്ലാതാകും. ഉദാഹരണത്തിന്, ഇതുപോലെ മഴ നനയേണ്ട സാഹചര്യം നമുക്കുണ്ടായാൽ അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ കുളിച്ചാൽ ജലദോഷത്തിന്റെ ആ പ്രശ്നം അവിടെ ഉണ്ടാകില്ല എന്ന് നമ്മൾ മനുഷ്യർ തന്നെ അനുഭവത്തിലൂടെ കണ്ടെത്തിയതാണ്. കാരണം അവിടെ ശരീര താപനില സന്തുലിതാവസ്ഥയിലാകുന്നു. അതായത് ഇവിടെ കാരണമാകുന്നത് താപനില തന്നെയാണ്. നമുക്കറിയാം, മഴക്കാലം പൊതുവെ ഒരു ഈർപ്പമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കും. ഇത് ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും വളർച്ചയ്ക്കും വ്യാപനത്തിനും അനുയോജ്യമാണ്. ചിലതരത്തിലുള്ള അലർജിയുള്ളവർക്ക് ചാറ്റൽ മഴ നനയുന്നത് പ്രശ്നമുണ്ടാക്കും. ഈ സമയത്തുണ്ടാകുന്ന ചെറു ജലകണികകൾ ശ്വസിക്കുന്നതും അവർക്ക് പെട്ടെന്നുള്ള ജലദോഷത്തിന് കാരണമാകാം. മഴക്കാലത്ത് ആളുകൾ കൂടുതൽ വീടിനുള്ളിൽ തന്നെ തുടരാനുള്ള പ്രവണത കാണിക്കും. ഇത് മറ്റുള്ളവരുമായി, അതായത് വീട്ടിലുള്ള മറ്റ് രോഗികളുമായി അടുത്ത ബന്ധം വർദ്ധിപ്പിക്കുകയും പനിക്ക് കാരണമാകുന്ന ജലദോഷം പോലുള്ള ശ്വസന രോഗങ്ങൾ പകർത്താനും കാരണമാകും. അതായത് നമുക്ക് മനസ്സിലാക്കാം, ചാറ്റൽ മഴ കൊണ്ടാലും മഴ നനഞ്ഞാലും മനുഷ്യനടക്കമുള്ള എല്ലാ ജീവികളുടെയും ശരീരത്തിലെ താപനിലയിലുണ്ടാകുന്ന വ്യതിയാനവും അതിനെ തുടർന്നുണ്ടാകുന്ന ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറവുമാണ് യഥാർത്ഥത്തിൽ പലർക്കുമുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നത്.